സർ, ഇറാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇന്ധന വിതരണം തടസ്സപ്പെടുമോ, ക്രൂഡ് ഓയിൽ ക്ഷാമം ഉണ്ടാകുമോ എന്നതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യയെ സഹായിക്കാൻ റഷ്യയും അമേരിക്കയും ഒക്കെ രംഗത്തുണ്ട്. റഷ്യ എല്ലാ രീതിയിലും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ഹോർമസ് കടലിടുക്ക് വഴി ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അകമ്പടി വരെ പോകാൻ US തയ്യാറാണ് എന്ന് ട്രംപ് ഉൾപ്പെടെ പറയുകയുണ്ടായി. എങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഒരു അട്ടിമറി നടത്തിയാൽ ഇന്ത്യ ഒരു ക്രൂഡ് ഓയിൽ ക്ഷാമം നേരിടേണ്ടി വരുമോ? ഇന്ത്യയിൽ ഒരു ഇന്ധന വിതരണ തടസ്സമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വരും ദിവസങ്ങൾ? ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇന്ത്യക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. എന്നാലും ഞാൻ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പറയാം. ഇവിടെ ബേസിക് പ്രശ്നം ഇറാനോ ഇറാഖോ ഗൾഫ് കൺട്രീസോ ഇസ്രായേലോ അമേരിക്കയോ ഒന്നുമല്ല. ഇവിടെ കച്ചവടം എന്ന ആ ഒരു ബേസിക് പ്രശ്നം തന്നെയാണ് ഇത് പല രൂപത്തിൽ പല കളറുകളൊക്കെ മാറിയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ക്രൂഡ് ഓയിൽ എന്ന സംഭവം ഇന്ന് ജനങ്ങളുടെ ഈ ആധുനിക യുഗത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട അവന്റെ ആ സുഖലോലുപതമായ ജീവിതത്തിന് ആ ജീവിത രീതി നിലനിർത്താൻ പ്രധാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ക്രൂഡ് ഓയിൽ. ആദ്യകാലങ്ങളിലൊന്നും ഈ ക്രൂഡ് ഓയിലിന്റെ ആവശ്യവുമില്ല. നമ്മുടെ വീട്ടിൽ അന്നത്തെ ആദ്യ മനുഷ്യർ, അതായത് നമ്മുടെ തന്നെ അച്ഛന്റെ അച്ചാച്ചനൊക്കെ ജീവിച്ച ആ ഒരു സംസ്കാരമാണോ ഇന്നത്തെ സംസ്കാരം? അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ലേറ്റസ്റ്റ് ഇതുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടാണ് ക്രൂഡ് ഓയിൽ ഇതിനെ നമ്മൾ അതിന്റെ അടിമയായി മാറി. ഈ ക്രൂഡ് ഓയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം ഖനനം ചെയ്തിരുന്ന രാജ്യമാണ് ഇറാനും ഇറാഖും. അവരായിരുന്നു അന്നത്തെ ഡെവലപ്ഡ് കാര്യങ്ങൾ. ഇതിന്റെ ശേഖരങ്ങൾ ഗൾഫ് കൺട്രീസിലും ഉണ്ട്. ഈ ഇറാനിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിരുന്ന രാജ്യമാണ് അമേരിക്ക. ഇറാന്റെ ഏറ്റവും ഉച്ചമിത്രമായിരുന്നു അമേരിക്ക. അത് നമുക്കറിയാലോ. ഏതു കച്ചവട ബന്ധങ്ങളും എന്നും ശാശ്വതമായ ഒരുപോലെ നിൽക്കില്ല.